അടുത്ത കാലത്ത് തിയേറ്ററുകളിൽ എത്തിയ മോഹിനിയാട്ടം എന്ന സിനിമ കണ്ട മലയാളിക്ക് താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര കലഹങ്ങൾ കാണുമ്പോൾ ഒട്ടും അപരിചിതത്വം തോന്നാനിടയില്ല. അഴിമതിക്കാർ തങ്ങളുടെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതും വലിയ തുകകൾ എറിഞ്ഞ് സിനിമാ താരങ്ങളെ അവിടെ എത്തിച്ച് ക്ഷേത്രത്തിന് വലിയ പെരുമയുണ്ടാക്കാൻ ശ്രമിക്കുന്നതുമായിരുന്നു ആ ചിത്രത്തിന്റെ ഇതിവൃത്തം. അഴിമതി പണം ക്ഷേത്ര സംഭാവനയായി സ്വീകരിക്കുന്നതും വലിയ വിശ്വാസ പെരുമ ചമയുന്നതുമെല്ലാം സിനിമയിൽ നാം കണ്ടതാണ്. ഇപ്പോൾ അമ്മയുടെ കുടുംബമേളയ്ക്ക് ദല്ലാൽ നന്ദകുമാർ പ്രസിഡന്റായ വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രം 75 ലക്ഷം രൂപ സ്പോൺസർഷിപ്പ് നൽകിയെന്ന വാർത്ത വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് മോഹിനിയാട്ടം സിനിമയെയാണ്. എന്നാൽ ആ സിനിമയുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമൊന്നുമില്ല. തീർത്തും വിശ്വാസ പെരുമയിൽ അധിഷ്ഠിതമാണ് ദല്ലാൽ നന്ദകുമാറിന്റെ വെണ്ണലയിലെ ക്ഷേത്രം. പക്ഷേ സംഭവം കേട്ട പലരും ചിന്തിക്കുന്നത് മോഹിനിയാട്ടം സിനിമയെക്കുറിച്ചാണ്. വാർത്തകൾ സൂചിപ്പിക്കുന്നത് അനുസരിച്ച് അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ദല്ലാൽ നന്ദകുമാറും ചേർന്നാണ് ഈ വിവാദ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. സംഘടനയെ ക്ഷേത്രവുമായി ബന്ധിപ്പിക്കുന്നതിനും ഈ ഭീമമായ തുക സ്പോൺസർഷിപ്പായി കൈപ്പറ്റുന്നതിനും പ്രസിഡന്റ് ശ്വേതാ മേനോൻ മുൻകൈ എടുത്തു എന്നാണ് ആരോപണം. സിനിമയിൽ കണ്ടതുപോലെ തന്നെ താരപ്പകിട്ടിലൂടെ ക്ഷേത്രത്തിന്റെ പെരുമ നാടാകെ എത്തിക്കുക എന്ന കൃത്യമായ അജണ്ടയോടെയാണ് ദല്ലാൽ നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റി ഈ നീക്കം നടത്തിയത്. ഫെബ്രുവരി 14 നടന്ന കുടുംബമേളയ്ക്കായി 30 ലക്ഷം രൂപ മുൻകൂറായി നൽകുകയും ചെയ്തു. കോടികളുടെ സാമ്പത്തിക ഇടപാടുകളും സ്പോൺസർഷിപ്പുകളും ഒരു മതേതര കലാസംഘടനയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള ചേരിതിരിവിനും ആഭ്യന്തര കലഹത്തിനുമാണ് വഴി തുറന്നിരിക്കുന്നത്. ഈ സ്പോൺസർഷിപ്പ് കരാറിനെ നടി അൻസിബ ഹസൻ ശക്തമായി എതിർത്തതോടെയാണ് അമ്മയ്ക്കുള്ളിൽ തർക്കം രൂക്ഷമായത്. കേരളം പോലെ വൈവിധ്യമാർന്ന ഒരു സമൂഹത്തിൽ ഒരു താരസംഘടന മുന്നോട്ട് കൊണ്ടുപോകേണ്ട മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചായിരുന്നു അൻസിബയുടെ വിയോജിപ്പ്. ഒരു നിർദ്ദിഷ്ട ക്ഷേത്രത്തെ ടൈറ്റിൽ സ്പോൺസർ ആക്കുന്നത് സംഘടനയുടെ പൊതു സ്വഭാവത്തെ ബാധിക്കുമെന്നും അത് മറ്റു പലരിലും അതൃപ്തി ഉണ്ടാക്കുമെന്നും അൻസിബ യോഗത്തിൽ തുറന്നടിച്ചു. പണം വാങ്ങുന്നതിനല്ല, മറിച്ച് മതപരമായ ഒരു സ്ഥാപനത്തെ ഔദ്യോഗിക ടൈറ്റിൽ സ്പോൺസർ ആക്കി മാറ്റുന്നതിനെയായിരുന്നു അൻസിബ ചോദ്യം ചെയ്തത്. എന്നാൽ കോടികളുടെ ബിസിനസ് താൽപര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഈ ഇടപാടിൽ അൻസിബയുടെ ഈ ധാർമ്മികമായ വാദം പലർക്കും ദഹിച്ചില്ല. അൻസിബയുടെ നിലപാടിനെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ചേരിതിരിഞ്ഞതോടെ സംഘടനയിൽ വലിയ തർക്കമാണ് ഉണ്ടായത്. മതേതരത്വം പ്രസംഗിക്കുന്ന സിനിമാക്കാരുടെ ഉള്ളിലിരിപ്പാണ് ഇതിലൂടെ പുറത്തു വന്നതെന്ന് ഒരു വിഭാഗം വിലയിരുത്തുമ്പോൾ, ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അൻസിബയുടെ എതിർപ്പുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. മോഹിനിയാട്ടം സിനിമയിൽ കാണിക്കുന്നത് പോലെ കോടികളെറിയുമ്പോൾ ആദർശങ്ങളും മതേതരത്വവും പണയം വയ്ക്കാൻ സിനിമാക്കാർക്ക് യാതൊരു മടിയുമില്ലെന്ന അവസ്ഥയാണ് ഇവിടെയും സംജാതമായിരിക്കുന്നത്. കൊച്ചി നഗരത്തിന്റെ കിഴക്കൻ അതിർത്തിയായ വെണ്ണലയിലെ പുരാതനമായ തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിന്റെ പേര് ഇത്തരം ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു എന്നത് ഭക്തരെയും അമ്പരപ്പിക്കുന്നുണ്ട്. വിരോധാഭാസം എന്ന് പറയട്ടെ, 75 ലക്ഷം രൂപയുടെ കരാറിൽ ടൈറ്റിൽ സ്പോൺസർക്ക് മതിയായ പ്രാധാന്യം ലഭിച്ചില്ലെന്ന പരാതിയുമായി ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അമ്മയിലെ ഭാരവാഹികളും സിനിമാക്കാരും ഒന്നിച്ചെത്തി വലിയ പെരുമ ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് പണം ഒഴുക്കിയതെങ്കിലും വിചാരിച്ചത്ര പബ്ലിസിറ്റി കിട്ടിയില്ല എന്നാണ് ദല്ലാൽ നന്ദകുമാറിന്റെയും സംഘത്തിന്റെയും ആവലാതി. എങ്കിലും ബാക്കി നൽകാനുള്ള 45 ലക്ഷം രൂപ കൂടി നൽകുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്.